മാരകരോഗം ബാധിച്ച തന്നെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് മാതാ അമൃതാനന്ദമയി ആണെന്ന് തുറന്നു പറഞ്ഞ് നടൻ സലീം കുമാർ. താൻ സഹായിച്ചിട്ടുള്ള കുടുംബക്കാർ പോലും കൈവിട്ട സമയത്ത് സഹായിച്ചത് അമ്മയാണെന്ന് സലീം കുമാർ പറഞ്ഞു. മനസ്സിന് വിഷമം തോന്നുന്ന ഘട്ടത്തിലൊക്കെ എവിടെയായിരുന്നാലും അമ്മയെ വന്ന് കാണാറുണ്ടെന്നും സലീം കുമാർ പറഞ്ഞു. എന്റെ ഡീസൽ തീരുമ്പോഴാണ് ഓരോ തവണയും അമ്മയെ കാണാൻ വരുന്നത്. മാനസികമായ വ്യഥ അനുഭവിക്കുന്ന സമയത്ത് അമ്മയെ കണ്ട് ഡീസൽ അടിച്ച് മടങ്ങും. അമ്മ എവിടെയായിരുന്നാലും പോയി കണ്ട് നിറഞ്ഞ മനസ്സോടെയാണ് തിരികെ വരാറുള്ളത്. ഈ നിൽക്കുന്ന സലീം കുമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേയൊരു കാരണക്കാരിയേയുള്ളൂ, അത് അമ്മയാണ്. കാരണം 3-4 വർഷങ്ങൾക്ക് മുമ്പ് മാരക രോഗത്തിന് അടിമയായപ്പോൾ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും കൈയൊഴിഞ്ഞു. അന്ന് എനിക്ക് അമ്മയുമായി വലിയ ബന്ധമൊന്നുമില്ല. അമ്മയെ ചെന്ന് കാണണമെന്ന് ഡോക്ടർമാരാണ് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയാണ് ചെന്ന് കാണാൻ അവർ പറഞ്ഞത്. എന്നാൽ ഇതുവരെ കാണാത്ത ഒരാളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുക എന്ന് വിചാരിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. എങ്കിലും അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. ഞാൻ ചെന്നപ്പോൾ എന്താ മോനെ വന്നേ എന്ന് അമ്മ ചോദിച്ചു. അന്ന് എനിക്ക് 45 വയസ്സേ ഉള്ളൂ. അന്ന് അമൃത ഹോസ്പിറ്റലിൻ്റെ രജിസ്റ്ററിൽ എനിക്ക് 59 വയസ്സാണ് എഴുതിയിരിക്കുന്നത്. അമ്മയോട് അതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു. അമ്മ ഒരു കൊച്ചു കുട്ടിയെ പോലെ ചിരിച്ചു. ധൈര്യമായി പോയി ഓപ്പറേഷൻ ചെയ്യൂ മകനെ എന്നും നിന്നെ എനിക്ക് വേണമെന്നും അമ്മ പറഞ്ഞു. ഇരുട്ടിൽ നിന്നിരുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് അമ്മയാണ്. ജീവിതം മുഴുവൻ ഞാൻ അമ്മയോട് കടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ അമ്മ എന്നോട് പറഞ്ഞു മോനെ ശ്രദ്ധിക്കണമെന്ന്. എന്നാൽ അമ്മയുള്ളിടത്തോളം കാലം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. മനുഷ്യന് ഭൗതികവും ആത്മീയമായ വിജയം നേടാനുള്ള ഉത്തമമായ മാർഗമാണ് ഭഗവത്ഗീത ഉപദേശിക്കുന്നത്. കർമ്മം ചെയ്യുന്നതിലൂടെ ബാഹ്യമായ നേട്ടം മാത്രമാണ് മനുഷ്യൻ സാധാരണയായി ആഗ്രഹിക്കുന്നത്. ബുദ്ധിയും വിചാരങ്ങളും തമ്മിൽ, വിവേകവും വികാരവും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. മനുഷ്യന്റെ അകത്തും പുറത്തും നടക്കുന്ന ഇത്തരം യുദ്ധങ്ങൾ പുതിയതല്ല. അതിന് മനുഷ്യന്റെ ചരിത്രത്തോളം തന്നെ പ്രായമുണ്ട്. അതാണു എന്ന് പറയാം ഒരു രീതി കുരുക്ഷേത്രം.